മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന അദാലത്തിൽ പരാതികളിൽ പരമാവധി പരിഹാരം. നിയമപ്രശ്നങ്ങളില്ലാത്ത പരാതികളെല്ലാം അദാലത്തിൽ പരിഹരിച്ചു. കണ്ണൂരിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും സന്തോഷത്തോടെയാണ് മടങ്ങിയത്. അദാലത്തിൽ ലഭിച്ച എല്ലാ പരാതികളിലും തുടർന്നും കൃത്യമായ നിരീക്ഷണം സർക്കാർ നടത്തുമെന്ന് മന്ത്രി OR കേളു കണ്ണൂർ വിഷനോട് പറഞ്ഞു. സംസ്ഥാനത്താകെ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീർപ്പുണ്ടാക്കുക, പരാതികൾ പരിഹരിക്കുക. ഈ ലക്ഷ്യവുമായാണ് താലൂക്ക് തലത്തിൽ അദാലത്ത് സംഘടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ആകെ ആയിരക്കണക്കിന് പരാതികളാണ് ലഭിച്ചത്. പരാതികളുടെ എണ്ണം സർക്കാരിനെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ പരാതികളിലെല്ലാം എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിർദ്ദേശം. 2-3 മന്ത്രിമാർ ഓരോ അദാലത്തിലും പങ്കെടുക്കണം. നിസ്സാര പ്രശ്നങ്ങളിൽ വരെ ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ചപ്പോൾ തന്നെ ഇതിൽ മിക്കതിലും തീർപ്പുണ്ടാക്കി. കണ്ണൂർ താലൂക്ക് തല അദാലത്തിൽ മുൻഗണന റേഷൻ കാർഡിനായി ലഭിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും തീർപ്പാക്കി. അർഹരെന്ന് കണ്ട മുഴുവൻ പേർക്കും മുൻഗണന റേഷൻ കാർഡ് നൽകി. ഇരിണാവിലെ ഇ ചന്ദ്രയ്ക്ക് മന്ത്രിമാരായ OR കേളുവും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചേർന്ന് AAY റേഷൻ കാർഡ് നൽകി. ഏറെ നാളായി റേഷൻ കാർഡിനായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണെന്നും കാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്നും നിറച്ചിരിയോടെ ചന്ദ്രി. മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന ഇത്തരം അദാലത്തുകൾ സാധാരണക്കാർക്ക് ഏറെ അനുഗ്രഹമാണെന്ന് മാലിന്യ പ്രശ്നത്തിൽ പരാതി പറയാൻ എത്തിയ കണ്ണൂർ SN പാർക്കിന് സമീപത്തെ ശിവദ പത്മനാഭനും പറഞ്ഞു. പ്രായമുള്ളവർ, ഒറ്റയ്ക്ക് നിൽക്കുന്നവർ, അവർക്ക് കുടുംബത്തെ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് പറയാനുള്ള ഒരു വേദി ഉണ്ടാവണം. അതിൽ ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. അവർ നന്നായിട്ട് പറഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്. ഇനി അവരത് നടത്തിത്തരുന്ന് വിചാരിക്കുന്നുണ്ട്. അദാലത്തിൽ ലഭിക്കുന്ന പരാതികളിൽ പരമാവധി തീർപ്പ് അതത് കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടാക്കുമെന്ന് മന്ത്രി OR കേളു കണ്ണൂർ വിഷനോട് പറഞ്ഞു. അദാലത്ത് കഴിഞ്ഞാലും പരാതികളിൽ ഉണ്ടായ നടപടികൾ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതിൽ കാണുന്നത്. നേരത്തെയും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ച് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പരിഹരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതും ആ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതും. അതിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ റേഷൻ കാർഡിൻ്റെ വിഷയങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, ഈ വനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പിന്നെ ഈ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, വീട് വെക്കാൻ അനുമതി കിട്ടാത്ത വിഷയങ്ങൾ, ലൈസൻസിൻ്റെ വിഷയങ്ങൾ, ബിൽഡിംഗ് പെർമിറ്റ്, ഇങ്ങനത്തെ ഒട്ട് വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടി പരിഹരിക്കുക എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചാണ് 2ാം വട്ടം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത്. ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പായിരുന്നു മുഖ്യമന്ത്രിയുടേത്. ജനങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമായി സർക്കാർ സംവിധാനങ്ങൾ ആകെ സജീവമാണ്. മന്ത്രിമാർ നേരിട്ട് പരാതികൾ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പരിഹാരവും ഉടനുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. ലഭിക്കുന്ന പരാതികളിൽ പരിഹരിക്കാൻ കഴിയാത്തവ തുടർന്നും മോണിറ്ററിംഗ് നടത്തുമെന്നാണ് മന്ത്രി OR കേളു കണ്ണൂർ വിഷനോട് പറഞ്ഞത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.